യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചന സമയത്ത് ഒരു അടിച്ചമർത്തലിന്റെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ജനത്തോടാണ് സംസാരിക്കുന്നത്. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് പ്രവാസത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും അത് മാത്രമല്ല. യെശയ്യാ പ്രവചനം പഠിച്ചാൽ യെശയ്യാവ്, ആമോസ് തുടങ്ങിയ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് യെശയ്യാവും മീഖാവും ആമോസും ഹോശിയാവും ഒക്കെ പ്രവചിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ അടിച്ചമർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവത്തിന് പകരം ജനത്തെ ഭരിപ്പാൻ അന്ന് 3 തരത്തിലുള്ള ഓഫീസുകൾ ഉണ്ടായിരുന്നു. രാജാവിന്റെ ദൗത്യം ദൈവം തമ്പുരാൻ നീതിയോടെ ഭരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ നീതി നിവർത്തിച്ച് ജനത്തെ ഭരിക്കുക. രണ്ടാമത് പ്രവാചകൻ, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ഒരു കലർപ്പുമില്ലാതെ ദൈവം പറയുന്നത് മാത്രം ജനത്തെ അറിയിക്കുക. മൂന്നാമത് പ്രീസ്റ്റ്, പൗരോഹിത്യ ശുശ്രൂഷ. ആ പൗരോഹിത്യ ശുശ്രൂഷ ജനത്തിന്റെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ഒരു അഴിമതിയുമില്ലാതെ ദൈവസന്നിധിയിൽ ചെന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ അന്ന് നടന്ന സംഭവം ഇതാണ്: പ്രവാചകന്മാരും രാജാക്കന്മാരും ഈ പുരോഹിതന്മാരും അഴിമതി കൊണ്ട് കരങ്ങൾ നിറഞ്ഞ് ജനത്തെ അടിച്ചൊതുക്കുന്ന, നീതിയോടെ ഭരിക്കേണ്ട രാജാക്കന്മാർ അനീതിയുടെ കൂട്ടമായി മാറി ജനത്തെ സപ്രസ് ചെയ്യുന്ന, ഒപ്രസ് ചെയ്യുന്ന ലെവലിലേക്ക് അവർ മാറ്റപ്പെടുവാനിടയായി തീർന്നു.